ഹലോ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, ഇവിടെ എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു മോർണിംഗ് വ്ളോഗാണ് കാണിക്കുന്നത്. രാവിലെ 5 മണി മുതൽ 8:30 വരെയുള്ള ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മിന്നുക്കുട്ടിക്ക് ഫ്രൈഡേ ഗ്രീൻ ഡേ ആയതുകൊണ്ട് ലഞ്ചും സ്നാക്സും ഗ്രീൻ കളറിൽ കൊടുത്തുവിടാനായിട്ട് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ റെസിപ്പിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പുദീന റൈസും അഫ്ഗാനി പനീർ ഫ്രൈയും പിന്നെ ചെറുപയർ കൊണ്ടുള്ള ദോശയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് മൂന്നും വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിലുള്ള ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്നത്തെയും പോലെ രാവിലെ നേരത്തെ തന്നെ എണീച്ചത് ഒന്ന് ഫ്രഷപ്പ് ആയതിന് ശേഷം ആദ്യം പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാല് തിളച്ച് വരുന്ന നേരം കൊണ്ട് നമ്മൾ അതിന് വേണ്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് പണികൾ എളുപ്പം തന്നെ വേഗം ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പുദീന റൈസ് ഉണ്ടാക്കാനായിട്ട് പുദീനയൊക്കെ ഒന്ന് ഇലകൾ മാത്രം നുള്ളിയെടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം സൈഡിലേക്ക് മാറ്റി വെച്ചു. പിന്നെ ഇതിനായിട്ട് പുദീന റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് കൈമ അരിക്ക് 1.25 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതാകുമ്പോൾ നല്ല ഒരുപാട് സ്റ്റിക്കിയല്ല, അങ്ങനെ നല്ലൊരു പൊലു എന്നുള്ള ചോറാണ് റെഡിയായി കിട്ടുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പുദീന റൈസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1 പിടി മല്ലിയില, 1 പിടി പുദീന, പിന്നെ പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കുട്ടികൾക്കാവുമ്പോൾ എരിവ് കുറച്ച് കുറവാക്കി കൊടുക്കുക. അപ്പോൾ 2 പച്ചമുളകാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 5 to 6 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ അരച്ച് ഫൈൻ പേസ്റ്റാക്കി എടുക്കുക. എന്നിട്ട് അതിൽ നിന്നും ഒരു 1.5 ടേബിൾ സ്പൂൺ പേസ്റ്റ് എടുത്തിട്ട് അതിലേക്ക് ഒരു 3/4 ടീസ്പൂണ് കോൺഫ്ലവർ പൊടിയും ഒരു 1/4 ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മുടെ പനീർ അതിലേക്ക് ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് സൈഡിലേക്ക് വെക്കുക. പനീർ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്തിട്ട് ഒരു 5 മിനിറ്റ് ചുടുവെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമ്മളിതുപോലെ മാരിനേറ്റ് ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അത് റെഡിയാക്കി എടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് അകത്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പനീർ ഡയറക്റ്റ് ഇങ്ങനെ ഇടുകയാണെങ്കിൽ നല്ല ഹാർഡായിട്ടാണ് ഉണ്ടാവുക കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനത് മാരിനേറ്റ് ചെയ്ത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ പുദീന റൈസ് റെഡിയാക്കാൻ നിന്നു. അപ്പോൾ 1 ടേബിൾ സ്പൂണ് കടലെണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് പട്ട 2 കഷ്ണം, കറാമ്പ് 2 കഷ്ണം, ഏലയ്ക്ക ഒരു 2 എണ്ണം, പിന്നെ ബിരിയാണി ഇല ഒരു ചെറിയ കഷ്ണം ചേർത്ത് കൊടുക്കുക. അത് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം അതിൽ നിന്നൊരു നല്ലപോലെ മണമൊക്കെ വരുമ്പോൾ അതിലേക്ക് ഒരു സവോള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് സവോളയൊക്കെ ഒന്ന് ബ്രൗൺ നിറമായി തുടങ്ങുമ്പോൾ അതിലേക്ക് ഞാൻ രാത്രി വെള്ളത്തിലിട്ട് വെച്ച പച്ച പട്ടാണി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. ഇതും ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് ഞാൻ പേസ്റ്റ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചല്ലോ പുദീനയും മല്ലിയിലയുടെ പേസ്റ്റ് അത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ബിരിയാണി മസാല 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. അതും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൽ നിന്നും ഒരു പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം പുളിപ്പുള്ള തൈരാണ്. അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലപോലെ മിക്സായി വന്നതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ 1.25 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അരിയിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. എപ്പോഴും ഒരു പൊടിക്ക് ഉപ്പ് കൂടുതൽ നിൽക്കുകയാണെങ്കിൽ ഇതുപോലെ ബിരിയാണി റൈസിനൊക്കെ ഉപ്പ് കറക്റ്റായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് 2 വിസിൽ വരാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയത്. പിന്നെ ചെറുപയർ ദോശ ഉണ്ടാക്കാനായിട്ട് ഒരു ചെറിയ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് ചെറുപയർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം രാത്രി. അത് പിറ്റേ ദിവസം നല്ലപോലെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ആ കുതിർന്ന് വന്ന ചെറുപയർ ഒരു മിക്സി ജാറിലേക്ക് കഴുകി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി, പച്ചമുളക് എരിവിന് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. 1 പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 1 പച്ചമുളക്, പിന്നെ അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് ഗോതമ്പ് മാവ്, ആവശ്യത്തിന് ഉപ്പും ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക.
എന്നിട്ട് ഇതെല്ലാം കൂടി സവോള ചേർത്ത് കൊടുക്കണം. ഒരു പകുതി സവോള അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. ഒരു മുട്ടയും ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സിയിൽ അരച്ച് പേസ്റ്റ് ആക്കി എടുത്തതിന് ശേഷം അതിൽ കുഞ്ഞു കുഞ്ഞു ദോശ ഉണ്ടാക്കിയിട്ട് സ്നാക്സായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല ഹെൽത്തിയാണ്, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. തലേദിവസം ഇത് വെള്ളത്തിലിട്ട് വെക്കണമെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് കുഞ്ഞു കുഞ്ഞു ദോശ റെഡിയാക്കി എടുത്തത്. അപ്പോൾ തന്നെ നമ്മുടെ റൈസും 2 വിസിൽ വന്നിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇറക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ദോശ ഉണ്ടാക്കിയെടുത്തു. പിന്നെ റൈസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സാലഡാണ് ഉണ്ടാക്കിയെടുത്തത്. സിമ്പിളായിട്ട് തൈരിലേക്ക് നമ്മുടെ കുക്കുംബർ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഉപ്പ് മിക്സ് ചെയ്തിട്ട് സാലഡ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ടാണ് ഞാൻ അഫ്ഗാനി പനീർ റെഡിയാക്കി എടുത്തത്. അപ്പോൾ നമ്മുടെ ദോശ റെഡിയാക്കിയതിന് ശേഷം അതേ പാനിലേക്ക് ഒരു 1/4 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ അഫ്ഗാനി പനീർ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാ ഭാഗവും മറിച്ചും തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട്. അപ്പോൾ അതും റെഡിയാക്കി എടുത്തു. എന്നിട്ടാണ് ഞാൻ ലഞ്ച് ബോക്സ് റെഡിയാക്കി എടുത്തത്. ചുടുവെള്ളവും വെച്ചിട്ടുണ്ടായിരുന്നു, കൊണ്ടുപോകാനായിട്ട് ചുടുവെള്ളം റെഡിയാക്കി എടുത്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പീസ് ഇതൊക്കെയാണ്. പുതിന റൈസ്, അഫ്ഗാനി പനീർ, പിന്നെ ചെറിയൊരു സാലഡ്, പിന്നെ ചെറുപയർ കൊണ്ടുള്ള കുഞ്ഞു കുഞ്ഞു ദോശ. ഇതാണ് ഞാൻ ഫ്രൈഡേ ലഞ്ച് ബോക്സായിട്ട് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ റെസിപ്പീസ് എല്ലാം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക്സ് കമൻറ്റായി അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.